നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ആവോളം വിഷയങ്ങളുണ്ടല്ലേ? അതെ, ഇന്ന് തേങ്ങ ഉടയ്ക്കുമോ സ്വാമി എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഉയരുന്ന ചോദ്യം. തേങ്ങ ഉടയ്ക്കോ? തേങ്ങ ഉടയ്ക്കാൻ ഉള്ള സംവിധാനം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ അവിടെ നടക്കുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ ഡൽഹി നടക്കുന്നത് എന്താണ്? KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നേരത്തെ തീരുമാനിച്ചു. ഇനി ഇപ്പൊ അവിടെ നടക്കുന്നത്, അദ്ദേഹത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന തിരയിളക്കങ്ങളുണ്ട്. അതായത് ഇവന്മാര് തമ്മിൽ ഇറങ്ങി അടിച്ചുകളെ തെരുവുയുദ്ധത്തിലേക്ക് പോകും. കോലം കത്തിക്കലുണ്ടാവും. വേണുഗോപാലിന് പ്രത്യേക കോലം വരും. വേണുഗോപാലിനൊന്ന്, സോണിയാഗാന്ധിക്കൊന്ന്, ഖാർഗെക്കൊന്ന്, ഖാർഗെ നിന്നെ കണ്ടോളാമെന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അവിടെ നടക്കുന്നത് എന്താ? ഈ മഞ്ഞുരുക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, കാരണം എല്ലാവരും വിളിച്ചൊന്ന് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം എന്ന് പറയുന്നതാണ് കാര്യം, പരിപാടി ഇത്. അതായത് അണികളെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന വണ്ണമുള്ള നേതാക്കളെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. നോക്കിക്ക് ആരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. കെ മുരളീധരനോട് ഇതിനകത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിന് അതീതനായ ഒരു വ്യക്തിയാണ് ഇപ്പൊ പുള്ളി. പണ്ട് ഗ്രൂപ്പ് കളിച്ച് കോൺഗ്രസിനെ നശിപ്പിച്ച് പുള്ളിയുടെ അപ്പനെയും പെരുവഴിയിലാക്കിയ ആളാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഒരു ഗ്രൂപ്പിന് അതീതനായ ഒരു വ്യക്തിത്വം. പിന്നെ മുൻ KPCC പ്രസിഡന്റുമാരെല്ലാം MM ഹസൻ, PM സുധീരൻ, മുല്ലപ്പള്ളി പോയില്ല. മുല്ലപ്പള്ളി ഫോണിൽ ആശയം പറയാമെന്നാണ്. എനിക്കൊരു സംശയം. ഈ സാങ്കേതിക മേഖല ഇത്രയും വളർച്ച പ്രാപിച്ച കാലത്ത് ഇത്രയും പേര് വന്ന് വണ്ടിക്കൂലി മുടങ്ങി ഡൽഹിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഗൂഗിളിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ചാറ്റ് എല്ലാവരും. അതിന് പിന്നെ വേറൊരു ഉദ്ദേശം, നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചു വരുത്തി എല്ലാവരും ചായ. അല്ല, അതിനകത്ത് വേറൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഇവിടെ ഉള്ളവർ അറിയാം, ബോധ്യപ്പെടുത്തണം. അല്ലാതെ അവിടെ ഒന്നും നടക്കുന്നില്ല. അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്ന ഇത്രേ ഉള്ളൂ, KC ആണ് മുഖ്യമന്ത്രി, ഇതിന് പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങൾ നോക്കണം, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച്. ഓരോരുത്തരെ വിളിച്ച്, പണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ നമ്മളെ വിളിച്ചിട്ട് ടീച്ചേഴ്സ് റൂമിൽ കൊണ്ടുപോയിട്ട് പറയും, നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, ഇവിടെ ആരെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ എന്നൊക്കെ നീ എന്നോട് വന്ന് പറയണം. ഇതുപോലെ ഓരോരുത്തരെയും വിളിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തരെയും അവിടെ പിടിച്ചു പിടിച്ചിട്ട് പറയും, നിങ്ങൾ വിചാരിച്ചെങ്കിലേ നടക്കൂ, നിങ്ങൾ വിചാരിച്ചെങ്കിലേ ഇത് നേരെ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ KC ആണ് മുഖ്യമന്ത്രി. പക്ഷേ അവിടെ ഈ തർക്കം നിലനിൽക്കുന്നുവെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് ഈ 3 പേരിൽ ആരും ആകാമെന്നുള്ള ഒരു ഫീൽ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഒരു പാതിരാത്രിക്ക് ഇവര് KC വേണുഗോപാലിനെ പ്രഖ്യാപിക്കാറുള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. KC തന്നെ വരും. അദ്ദേഹം ഇരിക്കൂറിൽ മത്സരിക്കുകയും ചെയ്യും. ഇരിക്കൂറിൽ എല്ലാ ബൂത്ത് കമ്മിറ്റികളോടും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായി ഇരുന്നോളാൻ ഒരു മെസ്സേജ് ചെന്നു എന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇരിക്കൂറുള്ള ആൾക്കാരാണ്, അവർ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാകാനെ കൊണ്ട് ബൂത്ത് കമ്മിറ്റികൾ വിളിച്ചോളൂ, യോഗം വിളിച്ചോളൂ, KC ആണ് മുഖ്യമന്ത്രി, തയ്യാറാകാൻ അവിടെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, KC തന്നെയാണ് മുഖ്യമന്ത്രി. നമ്മൾ കുറേ ദിവസമായിട്ട് പറയുന്നു KC തന്നെയാകും മുഖ്യമന്ത്രി. അപ്പോൾ ഇപ്പൊ ഈ നടക്കുന്നതൊക്കെ ഒരു നാടകങ്ങളാണ്, ഒരു നാടകത്തിന്റെ ഭാഗമാണ് ഇത്. ഇവിടെ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനും അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാനും വേണ്ടിയുള്ള വെറും ഒരു നാടകം മാത്രമാണ്. ഒന്നും അവിടെ സംഭവിക്കാൻ മുതൽ KC വേണുഗോപാൽ ആളിപ്പോ നിരന്തരം ഫോൺ ചെയ്യുന്നുണ്ട്. പലരും നാട്ടുകാർ വോട്ട് ചെയ്ത ഹതഭാഗ്യന്മാരെ വിളിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇനി നിങ്ങൾ ഈ ജനങ്ങളെ കൂടെ അങ്ങ് ഡൽഹിക്കോട്ട് വിളിക്കാൻ പറയും. അത് ട്രോള് ഭയങ്കരമായിട്ട്. അത് ഒരാൾ വേറെ പറഞ്ഞ സജഷനാണ്. പിന്നെ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ സർവേ, നമ്മുടെ മതന സർവേ ഞങ്ങൾക്ക് വലിയ വിശ്വാസമാണ്, നിങ്ങളെന്ന് ഇറങ്ങി വന്ന് ഈ 3 പേരിൽ ആരെ പറ്റുമെന്നുള്ള ഒരു സർവേ നടത്തും. 150 മണ്ഡലത്തിൽ സർവേ നടത്തണം. സീരിയസായിട്ട് കളിയാക്കിയല്ല. ഇപ്പൊ നമ്മുടെ സംബന്ധിച്ചോളം അറിയാമല്ലോ, നമ്മുടെ ചീഫ് എഡിറ്റർ ചെയ്യുന്ന വീഡിയോകൾക്ക് ഭയങ്കര പ്രതികരണമാണല്ലോ. അത് ഭയങ്കര റീച്ചാണ്, ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി. അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരുടെയും പക്ഷം പിടിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ പറയുന്നത് ഇവിടെ നടക്കുന്ന കാര്യം മാത്രമാണ്, നടക്കാൻ പോകുന്നതായ കാര്യമാണ്. അത് പക്ഷെ ഏതെങ്കിലും ഒരാളുടെ പക്ഷമായിട്ട് തോന്നുക ഇവർക്ക് ചെയ്യുന്നത്. പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റേ ആ ഇന്ന നേതാവിന്റെ വക്താക്കളാണോ, നിങ്ങൾ അവർക്ക് വേണ്ടിയാണോ പറയുന്നത്, ചില ചോദിക്കുന്നുണ്ട്. നമുക്കാരുടെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും പിണറായി ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടിയിട്ട് അടുത്തൊരു സർക്കാരുടെ ഭരണം അത്രേ ഉള്ളൂ. ഇനിയിപ്പം KC വേണുഗോപാൽ വരുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കുക, ബാക്കി എന്താണെന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ അടി അവിടെ തുടരുകയും തന്നെ ചെയ്യും. കാരണം ഇത് ഇന്നും നാളെ ഒന്നും തീരെയല്ല. നമുക്കറിയാം, ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. 10 വർഷം ഭരണമില്ലായിരുന്ന സമയത്ത് എങ്ങനെയും അധികാരത്തിൽ കയറണമെന്ന് കരുതി മാത്രമാണ് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ അടിയും പിടിയും ലഹളയില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് വലിയ കലിപ്പില്ലാതെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇത്രയും പ്രവർത്തിക്കാനുള്ള കാരണം അസംബ്ലി വരെയാണല്ലോ, അവിടെയും കൂടെ ഒരു മുൻകരുതൽ എടുക്കാന്നുള്ള കരുതിയാണ്. ആ ഒരു സമയത്ത്
ഈ നേതാക്കന്മാർ തന്നെ അടങ്ങിയതാണ്, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നൊരു സന്ദേശം അവർക്ക് കിട്ടി, അതുകൊണ്ട് മാത്രം അടങ്ങിയതാണ്. ആ അടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോഴും ഈ 100-ൽ കൂടുതൽ സീറ്റും കൊണ്ട് ജയിച്ചു വന്നാലേ അത്ര സുഖമായിട്ട് പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു അല്പം കുറച്ച് മതി. 67-ൽ 117 സീറ്റാണ് കിട്ടിയത് അന്നത്തെ സപ്ത കക്ഷി മുന്നണിക്ക്, CPM-ന്റെ. അന്ന് 133 സീറ്റുകൾ, 140 ഇല്ല. അതിൽ 117 കിട്ടിയെന്ന് പറഞ്ഞാൽ ഊഹിക്കാം. എന്നിട്ട് എന്തായി, 69 അത് നേരെ താഴെ പോയി. അത് കഴിഞ്ഞ് 77 ഐക്യമുന്നണി വന്ന് 110 സീറ്റ്. 77 മുതൽ 80 അതിന്റെ പരിപാടി കഴിഞ്ഞ് എത്ര മുഖ്യമന്ത്രി എണ്ണത്തില്ല. ആദ്യം കെ കരുണാകരൻ മുഖ്യമന്ത്രി, ആന്റണി മുഖ്യമന്ത്രി, PK മുഖ്യമന്ത്രി, CH മുഖ്യമന്ത്രിമാരുടെ ബഹളമാണ്. പണ്ട് നമ്മുടെ 89 കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി വന്നു 4 മാസത്തിനിടെ 4 പ്രധാനമന്ത്രി, AB വാജ്പേയി, IK ഗുജറാള്, പിന്നെ ദേവഗൌഡ, പിന്നെ ചന്ദ്രശേഖർ. ഇവരൊക്കെ 4 മാസമാണ്. അന്ന് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം പോലും ഇതായിരുന്നു, 4 months versus 40 years. സ്വർണ്ണം കൊണ്ട് പണയം വയ്ക്കാൻ. അതുപോലെ ഈ 100 കൂടുതൽ സീറ്റ് കിട്ടി വരുന്നത് ഈ ഇനി വല്ല ന്യൂമറോളജിസ്റ്റുകൾ അങ്ങനെ അവിടെ ചോദിച്ചു നോക്കണം. കേരള നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഇതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണോ ഈ സംഖ്യ എന്നാണ്. 100 കൂടുതൽ എന്ന കഷ്ടകാലമുണ്ട്. ഇപ്പൊ 102 സീറ്റും കൊണ്ടുവന്ന് നമ്മളൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച ആഘോഷിക്കുകയായിരുന്നു 102 സീറ്റ് ഗംഭീരമായി. ഇനി വനവാസത്തിന് എന്താണ് ഇദ്ദേഹം വിടിശേഷം പോകേണ്ട കാര്യം, ഇതൊക്കെ നമ്മളൊക്കെ പറഞ്ഞാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്താണെങ്കിലും മുഖ്യമന്ത്രി KC വേണുഗോപാലാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ നടക്കുന്നത് അതിനുശേഷം ഇവിടെ ഉണ്ടാകാനിടയുള്ള പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ്. ഈ നേതാക്കന്മാരെ മുഴുവൻ അവിടെ അണിനിരത്തിക്കൊണ്ട് അവരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുവാൻ ഇവരൊറ്റക്കെട്ടായിട്ടായിരിക്കും പ്രഖ്യാപനം. എല്ലാവരും ചിരിച്ചു കളിച്ച് അവിടുന്ന് പോരുകയുള്ളൂ. പിന്നെ ഇനിയുള്ളത് മന്ത്രിസ്ഥാനമാണ്. അടുത്ത അടി ഈ ഒരാഴ്ച മുഖ്യമന്ത്രി അടിയായിരുന്നെങ്കിൽ അടുത്ത ഒരാഴ്ച ഇനി മന്ത്രിസ്ഥാനത്തേക്കുള്ള അടിയാണ്. ഇപ്പൊ എന്തായാലും മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും സത്യപ്രതിജ്ഞ. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് പക്ഷേ പത്രസമ്മേളനം നടത്തിയായിരിക്കും ഇവർ അറിയിക്കുന്നത്. AK ആന്റണിയും കൂടെ അടുത്തിരുത്തിയിട്ടായിരിക്കും മിക്കവാറും പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്. AK ആന്റണിയാകുമ്പോൾ അദ്ദേഹത്തിന് എല്ലായിടത്തും ആളുകൾക്ക് ഒരു റെസ്പെക്ട് ഉണ്ട്, അദ്ദേഹം ഒരു സമാധാനക്കാരൻ എന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെ വലിയ തോതിലുള്ള ഇന്ദിരാഭവനകത്ത് കോൺഗ്രസ് കലാപം ആരും പ്രഖ്യാപിച്ചാലും ഇപ്പൊ എന്തായാലും പ്രശ്നം ഉണ്ടാവും, എന്തായാലും ലഹള ഉണ്ടാകും, പന്തം കൊളുത്തി പ്രകടനം ഉണ്ടാകും. ഇതിനിടയ്ക്കൂടെ CPM-കാരനും പ്രകടനത്തിന് ഇറങ്ങും. ഈ മറ്റേ ഫ്ലക്സ് വെച്ചില്ലേ, KC വിജയ് വിളിക്കുമെന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ച അയാൾ കഷ്ടമായി പോയത്. അയാൾ പാവപ്പെട്ടവൻ. അവിടുത്തെ മറ്റേ CCTV ക്യാമറ ഓഫ് ആണെന്ന് കരുതിയാണ് ഈ പണി. അതും പുള്ളി പറഞ്ഞു, ഉള്ള കാര്യം ക്യാമറ ഇല്ലെന്ന് കരുതിയാണ് ഞാൻ ഈ ഫ്ലക്സ് കൊണ്ടുവച്ചത്. അപ്പൊ പിന്നെ KCക്ക് വേണ്ടി അവസാനം പുള്ളി പ്ലേറ്റ് തിരിച്ചു. KCക്ക് വേണ്ടി എനിക്ക് ഫ്ലക്സ് വെച്ചുകൂടെ? ഞാനൊരു വോട്ടറല്ലേ, എനിക്ക് കോൺഗ്രസിൽ ഇഷ്ടം KC-യാണ്, അതുകൊണ്ടാണ് ഞാൻ ഫ്ലക്സ് വെച്ചതെന്ന് പറഞ്ഞത്. എന്തായാലും ഇത്രയും നല്ല കോമഡി ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ മാത്രമല്ല, വേറെ രസമുള്ളത്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പിണറായി സംഘം ട്രോളിൽ അവരിറങ്ങിയിട്ട് നേരെ ഇവര് കോൺഗ്രസ് കയറ്റി. ഇപ്പൊ ഇത് കഴിഞ്ഞു, ഇനി മന്ത്രിമാരുടെ അടിയാണ്. അടുത്ത ഒരാഴ്ച മന്ത്രിമാരുടെ അടിയാണ് വരാൻ. അതായിരിക്കും യഥാർത്ഥ അടി വരാൻ പോകുന്നത് അവിടെയാണ്. ഇതിനകത്ത് സമുദായം കയറും, സഭ കയറും, മതം കയറും, ജാതി കയറും, എല്ലാം കൂടെ കൂട്ടി 10 മന്ത്രിമാരെ കോൺഗ്രസ് ഗ്രൂപ്പും വരും. ഇവരെ എല്ലാം പിന്നെ KC വേണുഗോപാലിന് വേണ്ടി ഘോര യുദ്ധം നടത്തിയ ആൾക്കാരെ മന്ത്രിസ്ഥാനത്ത് എടുക്കാതിരിക്കാം. കാരണം ഈ പട നയിച്ചതൊക്കെ മാത്യു കുഴൽനാടനെ പോലുള്ള ആൾക്കാരാണ്. കുഴൽനാടനൊക്കെ മന്ത്രിയാകേണ്ട ആൾക്കാരാണ്. അവർ മന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത്. എന്തായാലും അടുത്ത അടി അതിനുവേണ്ടിയായിരിക്കും. ഇപ്പൊ എന്തായാലും ഈ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും സത്യപ്രതിജ്ഞ. അതാണ് നല്ലത്. എന്നിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് ഇതുപോലെ അടി കൂടിയിട്ട് 12 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് അറിയാൻ പാടില്ലാതെ SLC പരീക്ഷ പോലും പ്രഖ്യാപിക്കാതെ അവിടെ വെച്ചിരിക്കുകയാണ്. അതെ, അപ്പൊ മന്ത്രി ഇല്ലാതെ പ്രഖ്യാപിക്കാൻ പോവാന്നല്ല, പിള്ളേരെ ഭാവിയാണത്. അല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പം ഇത് കഴിഞ്ഞല്ലോ, ഈ മന്ത്രിമാരെ തീരുമാനിക്കുക എന്ന് വിചാരിച്ചോളൂ. മന്ത്രിമാരെ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ അടുത്ത കീറാമുട്ടി വരികയാണ് KPCC പ്രസിഡന്റ്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേര് പരസ്യമായിട്ട് രംഗത്തുണ്ട്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിനെ KPCC പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അതൊരു വലിയ സംഭവം. കാരണം ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു പ്രസിഡന്റ് KPCCക്ക് CPM ഇത്രയും കാലം ഒരു സംസ്ഥാന സെക്രട്ടറി, അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ദളിത് വിഭാഗം ഒരാൾ വന്നിട്ടില്ല. അപ്പം BJP ഇപ്പൊ എന്താ ചെയ്യുന്നത്? BJP ഈ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻസ് ആണ് എല്ലായിടത്തും നടക്കുന്നത്. കേരളത്തിലായാലും ബംഗാളിലായാലും ഇനി കേന്ദ്രത്തിലായാലും ഇപ്പൊ രാഷ്ട്രപതി അടക്കം അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ അതാണ് വേണ്ടതും. ഇപ്പൊ നമുക്കറിയാം, ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരാണ്, ആന്റോ ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷുമാണ് വരുന്നത്. MP-മാർ തന്നെയാണ് KPCC പ്രസിഡന്റ് ആകാൻ നിൽക്കുന്നത് എന്നുള്ള ഒരു തമാശ കൂടി ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇനി അടുത്ത, പക്ഷെ ഇവർ 2 പേരും ഖാർഗെയെ കണ്ടു കഴിഞ്ഞു.
ഞങ്ങൾക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് പറയും. കാരണം ഭരണം ഉള്ളപ്പോ KPCC പ്രസിഡന്റ് ആയിരിക്കുന്നതിന്റെ ഗമയൊന്നും വേറെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററേക്കായി പവറാണ് ആണല്ലോ. പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ്. അതുപോലെ ഇപ്പൊ DCC പ്രസിഡന്റുമാരായിരിക്കുന്നവരെ നിങ്ങളും ഭാഗ്യവാന്മാർ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരെ മാറ്റാനും പറ്റത്തില്ല. എന്താണെന്നറിയാമോ? ഇപ്പൊ ഇരിക്കുന്നവരെ മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരുണ്ടെങ്കിൽ അവരെ മാറ്റുമായിരിക്കും, അല്ലാത്തവരെ മാറ്റാൻ പറ്റില്ല. മാറ്റിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇത്ര തെരഞ്ഞെടുപ്പ് വിജയം അവരുടെ കൂടെ പേരിലല്ലേ കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഈ അടി ഒഴിഞ്ഞ സമയം കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ഇനിയെങ്കിലും ഈ 100 സീറ്റ് തരല്ലേ ഭഗവാനെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോളണം. കാരണം ഇത് 100 സീറ്റ് മാൻഡറെ കാണുന്നൊരു സംശയം. അല്ല, ഇതിനിടയ്ക്ക് മുസ്ലിം ലീഗിന്റെ വക ഒരു കളി നടക്കുന്നുണ്ട്. നാളെ അവരുടെ അടിയന്തര നേതൃയോഗം നടക്കുന്നുണ്ട്. ഇപ്പം അഭിജിത്തിനെയും സജീന്ദ്രനെയും ആൾക്കൂട്ടത്തിൽ തടയാൻ തുടങ്ങി. KM അഭിജിത്തില്ലേ, നാദാപുരത്തല്ലേ ജയിച്ചത്? അപ്പൊ പഴയ യൂത്ത് കോൺഗ്രസിന്റെ അഭിജിത്തിനെയും സജീന്ദ്രനെയും വഴിയിൽ വെച്ച് തടഞ്ഞു. നിങ്ങളോട് ആര് പറഞ്ഞു കേസിയുടെ കൂടെ നിൽക്കാനെന്നുള്ള ചോദ്യമാണ്. ഇവര് സതീശന്റെ ആൾക്കാരാണ്. സത്യത്തിൽ കോൺഗ്രസ്സുകാരെ എന്നെ തടയാൻ പറഞ്ഞത് ദൈവം തമ്പുരാൻ അറിയാം. എല്ലാ MLA-മാരെ ഇവർ തടയാം. പഴകുളം മധുവിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ് വെച്ചിരുന്നു. അദ്ദേഹം ബുദ്ധിപൂർവ്വം ഇന്നലെ വെച്ചിരുന്നതാണ്. അദ്ദേഹം ബുദ്ധിപൂർവ്വം പിന്മാറി. അത് ഇന്ന് നടത്താമെന്നൊക്കെ പുള്ളി പറഞ്ഞു. പിന്നെ പുള്ളി ആ വഴി കൂടെ കണ്ടിട്ടില്ല. പക്ഷേ UDF-ന്റെ മറ്റ് ഘടകകക്ഷികൾ, ഇപ്പം തിരുവല്ലയിൽ വർഗീസ് മാമൻ, കേരള കോൺഗ്രസ്, അദ്ദേഹമൊക്കെ സ്വീകരണ പരിപാടിയൊക്കെ നടത്തി മുന്നോട്ട് പോവാ. ഇവിടെ ഇപ്പൊ മുസ്ലിം ലീഗുകാരും ബാക്കിയുള്ളവരും നടത്താതെ. ഘടകകക്ഷിക്ക് പിന്നും പറഞ്ഞേക്കാം, കോൺഗ്രസ് ആര് ചെല്ലുമ്പോഴാണ് നാട്ടുകാരെ പിടിച്ചത്. അല്ല, ഇവിടെ പ്രശ്നം ഘടകകക്ഷിയുടെ കൂട്ടത്തിലും പ്രശ്നമുണ്ട്. ലീഗിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗിന് മലപ്പുറത്ത് കംപ്ലീറ്റ് വിജയം തൂത്തുവാരി എടുത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവരെ ഇന്നലെ ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ. ഇബ്രാഹിം അദ്ദേഹം MLA വന്നിട്ടുണ്ട്. അദ്ദേഹം M. ഹസൻ രാവിലെ പറഞ്ഞല്ലോ, ഈ ഘടകകക്ഷിക്ക് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് വന്നിട്ട് അത് അദ്ദേഹത്തിന് ലീഗിന്റെ സ്വാഭാവികമായിട്ട് അവർ കഴിഞ്ഞ ദിവസം കൊലനാടൻ പറഞ്ഞതിന്റെ വേറെ പതിപ്പാണ്. അല്ല, അത് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോ പുരാണ എന്ന് പറഞ്ഞ കാര്യം. കാരണം ലീഗിന് ഇപ്പം ഇത്ര സീറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഈ മൃഗീയ ഭൂരിപക്ഷം അല്ലേ. ഇപ്പൊ ലീഗ് അങ്ങോട്ട് മാറി നിന്നാലും ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ലീഗിന് വില കൊടുക്കാത്തത്. പക്ഷെ ഇത്തവണ നമ്മുടെ കയ്യിൽ ബാർഗൈനിങ് കപ്പാസിറ്റി ലീഗിനില്ല. ലീഗിനില്ല. കാരണം അവർക്ക് ഒരു പരിധിയിൽ വിട്ട് കൂടുതൽ പറയാൻ പറ്റും. അവരുടെ കയ്യിരിക്കുന്ന മാരകായുധം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി അടുത്ത തവണ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോപ്പിക്കുമെന്നുള്ള ആ ഒരു ഭയമാണ്. ആ ഭയം അവരെ കൊണ്ട് മാത്രമല്ല, മലബാർ എത്ര ജില്ലകളിൽ ലീഗല്ലേ തീരുമാനിച്ചിട്ടുള്ള കോൺഗ്രസ് ജയിപ്പിച്ചത്. അതെ. അപ്പൊ എന്താണെങ്കിലും ശരി, മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കും. ഇന്ന് രാത്രി പ്രഖ്യാപിച്ചു കൂടായികയല്ലേ, ചിലപ്പോ ഇത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രഖ്യാപിക്കും. അർദ്ധരാത്രിയായിരിക്കും കോൺഗ്രസിന്റെ രീതി, അർദ്ധരാത്രി പ്രഖ്യാപനങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെയുള്ള ആ ഒരു ഗ്രാവിറ്റി ഇപ്പൊ ഈ ചർച്ചകൾക്ക് വരുന്നില്ല. ഒത്തിരി നേതാക്കൾ കൂട്ടത്തോടെ അങ്ങോട്ട് പോയത്. മുമ്പേ ചേട്ടൻ ചോദിച്ചില്ല, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നേതാക്കൾ ആവശ്യത്തിന്റെ പക്ഷെ ഇത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഓരോരുത്തരും വിചാരിക്കും, ഇന്ന് സതീശന് വേണ്ടി പറഞ്ഞു, അപ്പൊ സതീശൻ തന്നെ. അപ്പൊ വേറൊരാൾ പറയുന്നു, അവർ RC-ക്ക് വേണ്ടി പറഞ്ഞു, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പറഞ്ഞു, അപ്പൊ RC തന്നെ. അപ്പൊ KC ഗ്രൂപ്പ് ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണ്. അപ്പൊ ഇന്നൊരു ട്രോള് ഞാൻ കണ്ടു, രസകരമായിട്ടുള്ള. പിന്നെ നേരെ ഹൈക്കമാൻഡിന് ഇമെയിൽ പ്രളയം, KC ആക്കരുത്, ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞു, സതീശനെ ആക്കണം. അപ്പൊ ഇത് അവിടെ ഇരുന്നുകൊണ്ട് മൊത്തം വായിച്ച് KC ചിരിക്കുന്ന ഒരു പടം ആരോ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നു. തനിക്കെതിരെ വന്ന ഇമെയിൽ കണ്ടിട്ട് വായിച്ച് ചിരിക്കുന്ന ഹൈക്കമാൻഡ് KC വേണുഗോപാൽ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം പ്രേക്ഷകരെ, നമ്മൾ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കും. അത് KC ആയിരിക്കും. മറിച്ച് ആകാനുള്ള സാധ്യത ഒന്നും നിലവിലില്ല. നമുക്ക് കിട്ടിയ വിവരപ്രകാരം അദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു പാർട്ടി അവിടുന്ന് പതുക്കെ കൂടും കുടുക്കുകയൊക്കെ എടുത്ത് സ്ഥലം വിട്ടിട്ടു. ക്ലിഫ് ഹൗസ് മാത്രമല്ല, പട്ടിയും പശുവിനെ എല്ലാത്തിനെയും കൊണ്ട് ഇറങ്ങി, പട്ടിയും പെട്ടിയും കുട്ടിയും എല്ലാമായിട്ടാണ് ഇറങ്ങിയിരിക്കുക, തൂത്തുവാരി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ പോയിരിക്കുന്നത് ഒരു വാടക വീട്ടിലേക്ക്. വാടക വീടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കും പോലെ നമ്മുടെ സങ്കല്പത്തിലെ ചെറിയൊരു വാടക വീട് അല്ല. നമ്മുടെ ശ്രീനിവാസൻ പറയത്തില്ലേ നാടോടിക്കാറ്റിനകത്ത്, അതായത് വലിയ ഒരു ബംഗ്ലാവ്, പൂജാമുറി, കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, 150 രൂപ കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ അദ്ദേഹം ആ വാക്കുകളിൽ പറയുന്നുണ്ടല്ലോ, ശ്രീനിവാസന്റെ നാടോടിക്കാറ്റ് സിനിമയിൽ പറയുന്ന അതേപോലെ ഒരു വീടാണ് ഇത്. ഇതിനകത്ത് ഒരു 6 കാറ് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എന്തായാലും ക്ലിഫ് ഹൗസിനെ അനാഥമാക്കി പിണറായി പോവുക, വേദനയോടെ പടിയിറങ്ങി. വാടക വീട് ഒഴിഞ്ഞു. ഞാൻ അതിനകത്തെ വാക്കാ ഞാൻ പറഞ്ഞത്, വേദനയോടെ പടിയിറങ്ങി. ഈ സുശീല എന്നാലും ഈ വന്ന വീട് ക്ലിഫ് ഹൗസിന്റെ അത്രയില്ലെങ്കിലും മോശമല്ല.
അല്ല 4500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതുണ്ട്. പിന്നെ നീന്തൽക്കുളവും മറ്റേ അത്രയും വലിയ സൗകര്യം, ആഡംബര സൗകര്യം ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം തന്റെ റോബിൻ പ്രിയപ്പെട്ട പട്ടിയേയും കൂട്ടിയാണ് രാവിലെ നടക്കണം, അതിനകത്ത് തന്നെ നടക്കണം. പക്ഷെ ഈ വാടക വീട്ടിലേക്ക് പിണറായി മാറിയതോടെ ഒരു ആശയക്കുഴപ്പം അവിടെ ഉടലെടുത്തില്ലേ? അദ്ദേഹം പിന്നെ പ്രതിപക്ഷ നേതാവ് ആകില്ലയോ എന്നുള്ള ചോദ്യം LDF ഒരു ആശയക്കുഴപ്പം വന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് ചില പ്രതിപക്ഷ നേതാവ് ആകുമായിരിക്കാം, അത് ക്യാബിനറ്റ് റാങ്ക് കിട്ടും. പക്ഷേ കണ്ടോൺമെന്റ് ഹൗസേ കിട്ടുള്ളൂ, ക്ലിഫ് ഹൗസ് ഇല്ല. എങ്കിലും അദ്ദേഹത്തിന് അതും ഒരു വീടാക്കാമല്ലോ, അത് പൈസ കൊടുക്കണ്ടല്ലോ. അല്ല, ക്ലിഫ് ഹൗസിൽ ഇപ്പോഴത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ ലീല ഹോട്ടൽസിന്റെ ഒക്കെ അല്ലെ, ബോംബെയിലെ താജ് ഗ്രൂപ്പിന്റെ ഹോട്ടലുകളൊക്കെ പോലെ വലിയ ആഡംബര ബംഗ്ലാവാണ്. അടുത്ത് വരാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് അവിടെ പരമസുഖമായിട്ട് ജീവിക്കാം. അതെ, ചുമ്മാതെ ഇനിയിപ്പം മേളിലോട്ട് കയറാൻ നടന്നു കയറാനുള്ളതാണ്, ചുമ്മാ ലിഫ്റ്റ് കയറി കേരളത്തിനൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ ക്ലിഫ് ഹൗസ് വലിയ പ്രത്യേകത ഒന്നും ഇല്ലായിരുന്നു, സാധാരണ. പക്ഷെ അത് AK ആന്റണി രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ചില്ല, അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിച്ചു ജഗതിയിൽ. പകരം വക്കം ബഷീർ ധനകാര്യമന്ത്രിക്ക് അത് കൈമാറി. വാക്കമല്ലേ ആള് അതിനങ്ങോട്ട് അതിഗംഭീരമാക്കി. ഇത് കഴിഞ്ഞിട്ട് ഒരു എന്തോ പരിപാടിക്ക് ക്ലിഫ് ഹൗസിൽ ചെന്ന് UDF മീറ്റിംഗ് ചെന്ന് ആന്റണി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ താമസിക്കുന്ന വീട് തന്നെയാണോ ഇതെന്ത്? അന്ന് ഈ പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നു, പണം ദൂരത്തടിച്ചു. അല്ല, അതിനു മുമ്പ് വിമർശിച്ചല്ലോ കെ കരുണാകരൻ നീന്തൽക്കുളം ഉണ്ടാക്കിയത്. അത് 95 കാലഘട്ടത്തിൽ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വണ്ടി പോയിടിച്ച് മറിഞ്ഞ് ആ സമയത്ത്. അപ്പം അന്ന് അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാക്കിയത് അല്ലെ? അന്ന് നായനാർ എന്താണ് ഡയലോഗ് കിട്ടി? പട്ടി ഇറങ്ങി കുളിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സർക്കാർ ഞാൻ പട്ടിയെ കുളിപ്പിക്കും. ഇപ്പൊ ആ നീന്തൽക്കുളവും ആ സെറ്റപ്പ് ഒക്കെ മാറി ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ഒന്നാന്തരം ട്രംപിന്റെ ഒക്കെ ബംഗ്ലാവ് പോലെ ആഡംബര ബംഗ്ലാവാക്കി മാറ്റി അവിടെ സുഖ സൗകര്യത്തോടു കൂടി സകല സുഖ സൗകര്യത്തോടും കൂടി ഏക സ്വേച്ഛാധിപതി ഏക ഛത്രാധിപതി പിണറായി വിജയൻ രാജാവ് വാണുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം ഇപ്പൊ അവിടെ നിന്ന് പതുക്കെ ഇതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു 5 കൊല്ലം കൂടി എനിക്ക് അവിടെ കിട്ടുമെന്ന്. ചിത്രം സിനിമ മോഹൻലാൽ ചോദിക്കുന്ന പോലെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പോലെ എന്നെ ഇറക്കി വിടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പം കാവൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും എന്നാ ഇനി 10 ദിവസം കൂടെ നിന്നേക്കാം ഇവന്മാരുടെ അടി കഴിഞ്ഞിട്ട്. പ്രതിപക്ഷാതാവായ വേറെ ഗുരുവാനും കൂടെയുണ്ട്. പ്രതിപക്ഷാതാവായാലും മറ്റു ജില്ലകളിലൊക്കെ പോകുമ്പോൾ ഗസ്റ്റ് ഹൗസ് സർക്കാർ ഗസ്റ്റ് ഹൗസ് താമസിക്കേണ്ടി വരും. അവിടെ എല്ലായിടത്തും നിയമം കറിയും. ഇനി മുഖ്യമന്ത്രി അല്ല പ്രതിപക്ഷാതാവാണെങ്കിൽ അവരെ നിയമം കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ അവരെ കിട്ടിയ മീനാരെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട്. കരിമീന വല്ലതും കൊടുക്കും പ്രതിപക്ഷാതാവല്ലേ, സിനിമയിൽ എടുത്തറിയാൻ പറ്റൂലല്ലോ. എടുത്തറിഞ്ഞാൽ മരുന്ന് പണിയാക്കാൻ പറയും. ഇന്ന് ഇതേ കിട്ടിയുള്ളൂ, വേണേ കഴിച്ചിട്ട് അത്രേ ഉള്ളൂ. കാരണം ഇപ്പം ഭരണം മാറുന്നതിന്റെ ഒരു ഇതിലായതുകൊണ്ട് ഉദ്യോഗസ്ഥരൊക്കെ ഒന്നും ഒരു മൈൻഡും ഇല്ല. പണ്ട് VS മുഖ്യമന്ത്രി പ്രതിപക്ഷാതാവായിരിക്കും അദ്ദേഹം എറണാകുളത്ത് പോകുമ്പോൾ ആലുവ പാലസിലെ താമസം. അത്രയും പുള്ളി വെജിറ്റേറിയനാണല്ലോ, അവിടെ മുഴുവൻ പച്ചക്കറി നട്ടിട്ടുണ്ട്. VSന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവരുണ്ടായി. അപ്പൊ ഇനി പിണറായി വിജയൻ ചെല്ലുമ്പോഴും വല്ല പച്ചക്കറി എങ്ങാനും പറിച്ച് കറി വെച്ച് കൊടുക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിനകത്ത് ഒരു വലിയ മാറ്റം നമ്മളിപ്പോ കണ്ടത്, അതായത് ഭരണത്തിന് മന്ത്രിമാരും മന്ത്രിസഭയൊന്നും വന്നില്ലെങ്കിലും ഈ ഭരണയന്ത്രം ചലിക്കുന്നുണ്ട്. അതായത് നേരെ തിരിഞ്ഞിപ്പം ആരും പറയാതെ UDF അതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു മാറ്റം 4-ാം തീയതി ഒരു 4 മണി തൊട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരെല്ലാം ഡയറക്റ്റ് കോളി വിളിക്കാതെ. അതുപോലെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ വൺസ് മെസ്സേജ് ഇട്ടിരുന്ന ആൾക്കാരെല്ലാം നേരെ മെസ്സേജ് ഇടാൻ തുടങ്ങി. വാട്സപ്പിൽ വിളിച്ചോണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ നമ്മളെ സാധാ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ തന്നെ അന്തം വിട്ടു. അപ്പൊ അവര് പറയുന്നത് ഇനി ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇത്രയും നാളും നിങ്ങളുടെയൊക്കെ ഫോൺ ടാപ്പിംഗ് ആണ്, ഞങ്ങൾ വിളിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങളെ പിടിക്കും. കാരണം അത്ര വലിയ നിരീക്ഷണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും, അതായത് മാധ്യമങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അതെ, അങ്ങനെ പറഞ്ഞവരാണ്. പക്ഷെ അപ്പോഴും ഈ ഭീഷണിയൊന്നും വകവെക്കാതെ നമുക്ക് വാർത്തകൾ തന്നുകൊണ്ടിരുന്ന ആൾക്കാരും ഉണ്ട്. അത് വേറൊരു കാര്യം. അവരൊക്കെ പണിയും കൊടുത്തു വരും, അതെല്ലാം കൊടുത്തു. അപ്പം ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ പതുക്കെ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു, വാടക വീട്ടിൽ പോയി. അവിടെ ഉയർന്ന ഒരു ചോദ്യം, ഇനിയും പുള്ളി എങ്ങാനും പ്രതിപക്ഷ നേതാവ് ആകാതിരിക്കുമോ എന്നുള്ളതാണ്. ഇന്നിപ്പോ തീരുമാനിക്കുമെന്നാണ്. നമ്മളിപ്പോ ഈ ലൂസ് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് എന്തായാലും അത് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആംഗിളിലാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും വലിയ ആഡംബരം ഇപ്പൊ വാടകയ്ക്കെടുത്ത് വീടിന് അത്രയും ആഡംബരം കണ്ടോൺമെന്റ് ഹൗസിന് ഇല്ല. ഒരു പഴയ കെട്ടിടമാണ്, അത്ര ക്ലിഫ് ഹൗസ് പോലെ അല്ല. അല്ലെങ്കിൽ ഇനി പിണറായിക്ക് വേണ്ടി അതിനെ മോടി പിടിപ്പിക്കണം, ഒരു 2-3 കോടി രൂപ മുടക്കി അതിനൊരു 6 കൊട്ടാരം ആക്കണം. അത് അക്കാലത്ത് നടപ്പുള്ള കേസല്ല. സതീശനായാലും RC അങ്ങനെ ആരും സമ്മതിക്കില്ല, കേസ് ഒന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ബാലഗോപാൽ ആകുമോ പിണറായി ആകുമോ? അപ്പൊ അതിനകത്ത് വേറെ രസമുണ്ട്. ഇപ്പം ഈ സംസാരശേഷി വീണ്ടും കിട്ടിയ, പ്രതികരണശേഷി വീണ്ടും കിട്ടിയ, പവർ തിരിച്ചു കിട്ടിയ MA ബേബി പറഞ്ഞു അത് നിങ്ങൾ കേരളത്തിൽ അങ്ങ് നോക്കിക്കോളാം.
അപ്പൊ നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ, അത് പോളിറ്റ് ബ്യൂറോ നോക്കും, ജനറൽ സെക്രട്ടറി നോക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ ജനറൽ സെക്രട്ടറി പറയുന്നു നിങ്ങൾ നോക്കുക. അപ്പൊ പുള്ളി അവിടുന്ന് കമാൻഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ പിണറായി വിജയനൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഭയന്ന്. എന്താണ് ഇപ്പൊ ഇനി ഇപ്പൊ ഭരണം കൊണ്ട് കളഞ്ഞ ആളാ, ഇനിയും വോയിസ് ഇല്ല. മാത്രമല്ല പാർട്ടി വേദികളിൽ ചെല്ലും പാർട്ടി ജനറൽ സെക്രട്ടറി ആണല്ലോ വലുത്. അതെ, അയക്കെ സെന്റർ ഒന്നുകൂടെ ഉദ്ഘാടനം നടത്തേണ്ടി വരും, എന്നിട്ട് ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യിക്കേണ്ടി. അതെ, ഇപ്പൊ ഇനി പ്രതിപക്ഷ നേതാവ് 35 പേരെയും കൊണ്ടായിരിക്കുന്നത്, അതിനകത്ത് തന്നെ 8 പേര് മറ്റവരുടെയാ. അതെ, അല്ല അപ്പൊ ഒരെണ്ണം RJD അങ്ങനെ 9 പേര് കഴിഞ്ഞ പിന്നെ എത്ര പേരുണ്ട്? ഇനി 26 പേരേ ഉള്ളൂ, കൂട്ടത്തിലുള്ളൂ. അപ്പൊ ഇതിനകത്ത് തന്നെ എന്താണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്? ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കണം എന്ന് ആരും പറയത്തില്ല. അതെ, പിന്നെ ഇപ്പോഴും ഭയമുള്ള ഇതിലൊരു ഭൂരിഭാഗം ഇങ്ങനെ പേര് നിർദ്ദേശിച്ചെങ്കിലേ ഉള്ളൂ. സത്യത്തിൽ ആർക്കും പുള്ളി പ്രതിപക്ഷ ഈ 35 വരെ പിണറായി ഇരിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമല്ല. അപ്പൊ ഈ 67 ഇലക്ഷന് നമ്മൾ നേരത്തെ പറഞ്ഞ 117 സീറ്റും കൊണ്ട് സപ്തകക്ഷി മുന്നണി വന്നപ്പോ അപ്പുറത്ത് കോൺഗ്രസിന് ആകെയുള്ള 9 പേരാണ്. അപ്പൊ അതിൽ ശരിക്കും സീനിയോറിറ്റി അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് വേണ്ടത് അലക്സാണ്ടർ പറമ്പിത്തറ, വലിയ സ്പീക്കർക്കാരൻ ആളാണ്, കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജൂനിയറായ കെ കരുണാകരനെ ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏൽപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അത് ഉണ്ടാക്കിയത് മാത്രമല്ല മന്ത്രിസഭ മറിച്ചിട്ട് കരുണാകരൻ. അതാണ് ഈ 117 പേരെയും കൊണ്ടുവന്ന മന്ത്രിസഭയെ തട്ടി താഴെ ഇട്ടിട്ട് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കി വേറെ മന്ത്രിസഭ പിരിച്ചു. മാത്രമല്ല നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗുസ്തി അടക്കുകയാണ്. ഈ 69 പേര് മന്ത്രിസഭ താഴെ തള്ളിയിട്ടപ്പോ അടുത്ത് ഉയർന്ന ചോദ്യം ആരെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതായിരുന്നു. കാരണം ആർക്കും താല്പര്യമില്ലായിരുന്നു. അല്ല അച്യുതാനന്ദനെ കൊണ്ടു. അതിന് മുമ്പ് ശ്രീകണ്ഠൻ നായർ RSP അദ്ദേഹം വലിയ ഇതാണല്ലോ, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി പ്രസിദ്ധമാണ്, എനിക്കൊരു മുൻ മുഖ്യമന്ത്രിയായി ഭരിക്കാൻ താല്പര്യമില്ല അദ്ദേഹം പറഞ്ഞത്. അവസാനം അച്യുതാനന്ദനെ രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹം തയ്യാറായില്ല അല്ലെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ മുഖ്യമന്ത്രി. അദ്ദേഹം ഒരു അംഗീകൃത മുഖമായിരുന്നു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്. അന്നത്തെ തീരുമാനം എത്ര കൃത്യമായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അതാണ് ആ പിൻഗാമി അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഈ അലക്സാണ്ടർ പറമ്പിത്തറയുടെ പേര് എവിടെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടോ? പിൽക്കാലത്ത് നമ്മൾ കുറച്ചൊരു പറഞ്ഞ എല്ലാവർക്കും അത്രേ ഉള്ളൂ. അത് നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞാലും ഒരുപക്ഷെ ഇത് വന്നുകൂടണമെന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ യാതൊരു താല്പര്യവും ഇല്ല. അപ്പൊ ഇന്ന് കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെന്ന് തോന്നുന്നു കൂടുന്നത് അല്ലേ? നാളെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് രീതി. എന്താണെങ്കിലും പിണറായി വിജയനെ പിന്നെ അധിക്ഷേപിച്ചിറക്കി വിടണ്ട എന്ന് കരുതി ചിലപ്പോൾ ചെയ്തെങ്കിലേ ഉള്ളൂ. ഒരു കണക്കിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇത് ഏറ്റെടുക്കാതിരിക്കാതെ നല്ലത് അല്ലേ? അതാണ് മാനം. പക്ഷെ മാനാഭിമാനം ഉണ്ടോ എന്നുള്ള ഇപ്പൊ സംശയം. കാരണം അങ്ങേര് കാരണമാണ് ഈ ഭരണം പോയത്. പിണറായി വ്യക്തിപരമായ താല്പര്യം ഇല്ലായിരിക്കാം, പക്ഷെ വീട്ടുകാരെ സമ്മർദ്ദം വരും. അദ്ദേഹം എല്ലാ കാര്യം തീരുമാനം വീട്ടുകാരാണല്ലോ. സെക്യൂരിറ്റി ക്യാബിനറ്റ് പദവിയല്ലേ, മന്ത്രിയുടെ തുല്യമല്ലേ. അപ്പൊ ഈ 40 വണ്ടിയില്ലെങ്കിൽ 2 വണ്ടിയെങ്കിലും കിട്ടും മുമ്പം പറക്കെ. പിന്നെ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാമല്ലോ. വേറെ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം വാങ്ങാമല്ലോ അവിടെ. അതെ, സർക്കാർ ചെലവില് എന്താണ് തേങ്ങയും പിന്നെ പലവ്യഞ്ജനം വരെ വാങ്ങിക്കാനുള്ള സംവിധാനം ഇരിക്കുകയല്ലേ. ഇതിനിടയിൽ ഈ CPM നമ്മൾ എയറിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവര് ഇടയ്ക്ക് ഈ ഭരണപക്ഷത്തെ അടി കാരണം ഈ പ്രതിപക്ഷത്തെ ഏറെ താഴെ വന്നായിരുന്നു, ഇങ്ങനെ നിലത്തെത്തിയത്. പക്ഷെ വീണ്ടും ഇവർ ഏറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? ചെന്താരകം കൊടുങ്ങല്ലൂർ ഭഗവതിയെ കാണാം. ചെന്താരകം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. കണ്ണൂരിന്റെ ചെന്താരകം P. ജയരാജൻ. അതായത് ആദ്യമായിട്ട് ഒരു സഖാവിനെ പുകഴ്ത്തി പാട്ട് വന്നത് ഇദ്ദേഹത്തെ. അത് കണ്ടപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞ പാർട്ടിയിൽ അപ്പോഴാണ് വ്യക്തിപൂജ പാടില്ല എന്ന് തിട്ടൂര ഇറക്കി ഈ ചെന്താരകം എല്ലാം പിൻവലിച്ചു, പോസ്റ്ററുകളും എല്ലാം പിൻവലിച്ചു. അന്നേരമാണ് ഇദ്ദേഹം കാരണഭൂതനായിട്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ സ്തുതികളായിരുന്നു, തീയിൽ കുരുത്തൊരു കുതിരയെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഭയങ്കര ആൽബങ്ങളൊക്കെ രംഗത്ത് വന്നു. പിന്നെ പിണറായി വിജയനെ അങ്ങ് പുകഴ്ത്തുകയാണ്. പിന്നെ പുള്ളിയുടെ തല മാത്രമേ ഉള്ളൂ. ചെന്താരത്തിന്റെ ശൈലദേശം ആരംഭിക്കുകയും ചെയ്തു. ചെന്താരത്തിനെ വടാരെ കൊണ്ട് നേരത്തെ തോപ്പിച്ചു. ടീച്ചറിന്റെ അടുത്ത് ചെയ്തതുപോലെ അതേ പരിപാടി ചെന്താരത്തിന്റെ അടുത്തും ചെയ്തു. പിന്നെ അദ്ദേഹത്തെ ഏതാണ്ട് നിഷ്കാസിതനാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ അദ്ദേഹം കൊടുങ്ങല്ലൂർ പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നന്ദി പറയാൻ പോയതായിരിക്കും. ശ്രീ കുറുമ്പക്കാവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നൊരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ട്. ആ പുസ്തകം എഴുതുന്നതിന്റെ ഭാഗമായിട്ട് ഈ കൊടുങ്ങല്ലൂരിലെ പിന്നെ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ പഠിക്കാൻ പോയത്, ചില ആചാരങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യവുമായി ബന്ധമുണ്ടെന്ന് പരിശോധിക്കാൻ പോയതായിരിക്കും. അതായത് പണ്ടൊക്കെ ഇതുപോലെ വലിയ വീട്ടിൽ പിറന്ന ആൾക്കാര് തലവഴി മുണ്ടിട്ട് കള്ള് ഷാപ്പിൽ കയറും. അവിടെ കയറി നിന്ന് കപ്പയും മീനും ഒക്കെ അടിച്ചോണ്ടിരിക്കുമ്പോ ഈ വീട്ടിൽ പണി ചെയ്യുന്ന ആൾക്കാർക്ക് തമ്പ്രാൻ എന്താ ഇവിടെ ചോദിക്കും. അല്ല അപ്പൊ എന്താ പറയുന്നേ, ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് പരിശോധിക്കാൻ വന്നതാണ്. അപ്പൊ അവിടെ ഈ കപ്പ എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതി കയറിയതാണ്.
എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞതുപോലെയാണ് ഇദ്ദേഹം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാനൊന്ന് പരിശോധിക്കാൻ. കൊടുങ്ങല്ലൂർ എല്ലാം ശരിയാണല്ലോ, കാര്യം കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കുറിച്ചൊക്കെ പണ്ടിങ്ങനെ പല വിഷയങ്ങളുള്ളതാണല്ലോ, അപ്പൊ അതൊക്കെ ഞാൻ പരിശോധിക്കാൻ വന്നതാണെന്നുള്ളതായിരിക്കും. അണികൾ ഒരു സൈഡിൽ നിന്ന് ഭരണിപ്പാട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ് ശരിക്കും കമ്മ്യൂണിസത്തിന്റെ കുഴപ്പം എന്താണ്? കമ്മ്യൂണിസത്തിന് എല്ലാവിധ കുഴപ്പങ്ങളും ഉണ്ട്. അതായത് അവരെന്ത് എതിർക്കുന്നോ അതിൽ അവർ അടിയുറച്ച് വിശ്വസിക്കും. കാലഹരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. മാർക്സിന്റെ കാലത്തെ ലോകം അല്ല എന്ത് ലോകം, വേറെ ലോകമല്ലേ. അതായത് ഈ കണ്ണൂരൊക്കെ പറശ്ശിനിക്കടവ് മുത്തപ്പന്മാരാണല്ലോ അവിടുത്തെ ദൈവം എന്ന് പറയുന്നത്. ഇവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ കാറൽ മാർക്സ് മുത്തപ്പൻ. ഈ കാറൽ മാർക്സ് മുത്തപ്പന്റെ കൂടോത്രം പഴയതുപോലെ ഏൽക്കുന്നില്ല. അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയാണ് എനിക്ക് തോന്നുന്നു ഒറിജിനൽ ദൈവത്തെ കൂട്ടുപിടിച്ചേക്കാം. പണ്ട് സി കെ ശോഭൻ പറഞ്ഞു ഭഗവാൻ കാൾ മാർക്സ് ആണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ആ പ്രയോഗം ഇവർ ഏറ്റെടുത്ത സംശയമുണ്ട്. ഇപ്പം ഭഗവാന്റെ ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ട്രോളാ, എന്റെ കാറൽ മാർക്സ് മുത്തപ്പ എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് തൊഴാനാണോ അതോ പിന്നെ കർമ്മങ്ങൾ ചെയ്യാനാണോ, എന്താ പരിഹാരക്രിയകൾ ചെയ്യാനാണോ? നമ്മുടെ നാട്ടിൽ CPI നേതാവ് ഇതുപോലെ ഒരു ആൾദൈവത്തെ കാണാൻ പോയി. കേരളത്തിന് പുറത്തുള്ള ആൾദൈവത്തെ കാണാൻ പുട്ടവർത്തിയിൽ പോയി, അതിന്റെ പേര് പറയുന്നില്ല. അപ്പൊ പോയിട്ട് അദ്ദേഹം ഇതുപോലൊരു സൈദ്ധാന്തിക വിശദീകരണമാണ് പിന്നീട് നൽകിയത്. ഇവിടെ എല്ലാം വീട്ടുകാർ ആൾദൈവങ്ങളുടെ കാലിൽ വീഴുന്നവരും അതുപോലെ ഈ അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോയി ചെന്ന് സകലവിധ ചടങ്ങുകളും ചെയ്യുന്നവരും. ഇവരുടെ തട്ടിപ്പ് എങ്ങനെ ഉണ്ടെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ വേഷപ്രച്ഛന്നനായിട്ട് പോയതാണെന്നൊക്കെ വേണേ പറയാം. അത് തന്നെയാണ് ഈ പറയുന്നത്. അപ്പൊ അവര് ഇവിടെ കടുംപായസം ടെസ്റ്റ് ചെയ്യാൻ പോയതാണെന്ന് പറയാത്തത് അവിടെയാണോ മറ്റേ ദൈവം ഇരിക്കുന്നത്? മോൻ എല്ലാ മാസവും പോകുന്നതല്ലേ, മോൻ പറഞ്ഞു കൊടുത്താണ് അവിടെ ഇരിക്കുന്നത്. ഈ എന്താണ് നമ്മൾ പറയുന്നത്, ശ്രീനിവാസന്റെ സന്ദേശ സിനിമ കാലാതിവർത്തിയാണ്. അത് എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അന്ന് മുഴുവൻ ഇത് കാലാതിവർത്തിയായിട്ട് ജീവിക്കും. കാരണം അതിനകത്തുണ്ട് ചോദ്യം. അതിന്റെ ഉള്ളോ മറ്റോ ഇറങ്ങിയ സിനിമയാണെന്നോ, ഒരുപാട് പണ്ടിറങ്ങിയ സിനിമയാണ്. അതെ, കഥാപാത്രങ്ങൾ അല്ല ഇപ്പോഴാണ് അത് വരുന്നത് മുന്നോട്ട്. അപ്പൊ ഈ അതിനകത്ത് ഒരു പോലീസുകാരന്റെ വേഷമുണ്ട്, മാളാരവിന്ദ്രൻ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരിക്കുകയാണ്, ഭരണം മാറിയപ്പോ ഒരു SI ഭരണം മാറി ഇതങ്ങോട്ട് വരുന്നേ ഉള്ളൂ, അയാളെ ഒരു സ്റ്റേഷനിലോട്ട് വിട്ടു. അയാൾ അവിടെ ചെല്ലുമ്പോൾ അയാളെ അവിടെ നിന്ന് എടുത്ത് അപ്പുറത്തെ സ്റ്റേഷനിലോട്ട്, അത് ദൂരെ സ്റ്റേഷനിലേക്ക് ഇട്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ പോസ്റ്റ് അടി എഴുതി, ഇതാ മാളാരവിന്ദൻ ചെയ്ത കഥാപാത്രമാണ് സന്ദേശ സിനിമ. ഇയാള് പാർട്ടിക്കാരെ എല്ലാം ദ്രോഹിച്ച ഒരാളാണ്, ഈ ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ ദ്രോഹിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതിന് രസകര രംഗമുണ്ട്. ഈ ശ്രീനിവാസന്റെ കഥാപാത്രം കോട്ടപ്പള്ളി സഖാവ് പറയും ഞങ്ങൾ സായുധ വിപ്ലവം നടത്തുമെന്ന് പറയുമ്പോഴേ ഈ പോലീസുകാരൻ അടിച്ചിട്ട് തോക്കടിട്ടുണ്ടോ ചെവിക്കല്ല് പറിക്കും. ഈ അതിനകത്ത് താത്വികാചാര്യൻ കുമാരപിള്ള സഖാവ്, കുമാരപിള്ള സാർ, ഈ കുമാരപിള്ള സാറിന്റെ സ്റ്റഡി ക്ലാസ്സിനിടയ്ക്കാണ് ശ്രീനിവാസൻ പറയുന്നത് ദൈവമില്ല എന്നൊക്കെ നിങ്ങൾ പറയും, എന്നാൽ എല്ലാവരും ദൈവത്തെ കാണുമ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും, ആരും കാണാതെ തലയെ മുണ്ടിട്ടത്. അപ്പോഴാണ് അദ്ദേഹം പിടിക്കപ്പെടുമ്പോ അത് താൻ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കും. ഞാനും അവിടെ എല്ലാ വെള്ളിയാഴ്ചയും. അതെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ താത്വിക ആചാര്യന്മാരെല്ലാം ആ കറതകർന്ന ഭക്തന്മാരാണ്. യുക്തിവാദികളെന്ന് നമ്മളാണ് പറഞ്ഞു നടക്കുന്ന വേഷം നടക്കുന്ന ആളുകൾ പോലും പലരും നല്ല ഭക്തന്മാരെ വീട്ടുകാരെ ഭക്തരുമാണ്. അതെ, ഈ പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണ് എന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി നടത്തിയതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അപ്പോഴും പിണറായിക്ക് ഇത് ശരണം വിളിക്കാനൊക്കെ ഒരു മടിയുണ്ട്. ഉള്ളിലാണ് പുള്ളി ശരണം വിളിച്ചത്. അപ്പൊ പുള്ളി അതിന് ഇറക്കി പുള്ളിയുടെ നിഴൽ. പുള്ളി ഈ പ്രോക്സി വാറിന്റെ ആളാണ്, നിഴൽ യുദ്ധത്തിന്റെ ആളാണ്. അപ്പൊ അദ്ദേഹം ഇറക്കി വിട്ടതാണ്, സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് അവിടെ ഇറക്കി വിട്ടു. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറയാണ് പിണറായി വിജയൻ തികഞ്ഞ അയ്യപ്പ ഭക്തനും തികഞ്ഞ ഈശ്വര വിശ്വാസിയുമാണ്. മതിയല്ലോ, പിണറായി വിജയൻ ഇന്നേ വരെ എതിർത്തിട്ടില്ല. ശനിദോഷം മാറാനുള്ള പൂജകൾ നടത്തി, ഇത് നടത്തി. മകൻ ഇവിടെ പോയി, ഗുരുവായൂർ പോയി. അവിടെ പാവപ്പിടിച്ച അവിടുത്തെ ഒരു പ്രാദേശിക പത്രലേഖകൻ പടമെടുത്തു. ഉടനെ അയാൾക്കിട്ട് അടി, അവന്റെ കുത്തിന് പിടിക്കുന്നു, അവനെ അടിക്കുന്നു, അവനെതിരെ കേസെടുക്കും. പക്ഷെ അബദ്ധം പറ്റിപ്പോയത് മോക്കാണ്. നമ്മുടെ സഹപ്രവർത്തകർ ശീതൾ അത് എടുത്തപ്പോൾ ആരാണെന്ന് ആ കൊച്ചിന് പിണറായിയുടെ മകൾക്ക് അറിയാൻ പാടില്ലായിരുന്നുണ്ട്, ഒന്നും വേണ്ടിയില്ല, ഇതൊക്കെ ഷൂട്ട് ചെയ്തു. ഇവര് തൊഴുന്നതും എടുക്കുന്നതും എല്ലാം വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്കാരി ഇത് വായിക്കുന്നുണ്ട്. അമ്പലത്തിന്റെ പൂജാരി ഇട്ട് കൊടുത്ത കുറേയും ഇതൊക്കെ വായിച്ചു കളയുന്നുണ്ട്. പിന്നെ ഇത് കാപട്യം എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത്. കാപട്യം. ഇവര് കപട മതേതരവാദികളും കപട നിരീശ്വരവാദികളും കപട വൈരുദ്ധ്യാത്മിക ഭൗതികവാദികളുമാണ്. ഇവര് കാപട്യം ഇവരുടെ മുഖമുദ്ര.
എങ്ങനെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യണം, അവരെന്ത് ഹീന വഴിയും സ്വീകരിക്കും. സ്നേഹമാണ്, മതമില്ല, ജാതിയില്ല എന്ന് പറയും. എന്നിട്ട് ഇലക്ഷൻ കഴിക്കാൻ നേരത്തെ പേരന്റ് കൂടെ പതുക്കെ ജാതി കൂടെ. അപ്പൊ ഇത് ഭൗതികമായിട്ട് ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇത് ആത്മീയമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കുരുമ്പക്കാവില് ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്തോ നടത്താൻ പോയതാണെന്നാണ്. പിണറായിക്കെതിരെ നേരത്തെ വല്ല സംഹാര പൂജയ്ക്ക് കൊടുത്തു. അതിന് ചാത്തൻ മടങ്ങളുണ്ട് തൃശ്ശൂർ ഇഷ്ടം പോലെ. പല ചാത്ത സേവ നടത്തിയിട്ടുണ്ടെന്നുള്ള അന്ന് അന്വേഷിച്ച് നോക്കേണ്ടത്. ചാത്തന്മാർ നമ്മൾ തൃശ്ശൂർ ജോലി കൊണ്ട് നമുക്കറിയാലോ ചാത്ത മടങ്ങള്. അത് ചാത്തന്മാര് കൊണ്ടുവരും എന്ന് പറയുന്നത് പോലെ ചാത്ത സേവനം നടത്തിയാണോ പിണറായിക്ക് പണി കൊടുത്തതെന്ന് അറിയാൻ പറ്റില്ല. എന്താണെങ്കിലും ശരി, ഈ ഇവരുടെ ഓരോ വാദങ്ങൾ, CPM-ന്റെ ഓരോ വാദങ്ങൾ ഒന്നൊന്നായിട്ട് പൊളിഞ്ഞടുങ്ങുകയാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, പൗരോധ്യാത്മിക ഭൗതിക, കടിച്ചാ പൊട്ടാത്ത സാധനം നമ്മുടെ വായിലെങ്ങും വരികയല്ല. ഇത് പണ്ടങ്ങാണ്ട് പഠിച്ചതായതുകൊണ്ട് ഓർമ്മയുണ്ട്. അതുപോലെ ഈ പറയുന്ന നിരീശ്വരവാദം, മതേതരത്വം എന്നേ പൊളിഞ്ഞു. പ്രതിക്രിയാവാദികളും വിഘടനവാദികളും മതേതരത്വം എന്നേ പൊളിഞ്ഞു. കാരണം ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ നിഷ്പക്ഷരാണെന്നുള്ള സംഭവം എന്നേ പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടത്. പിന്നെ ഉണ്ടായിരുന്ന ഏക ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരീശ്വരവാദികളാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയത്ത് ഫാദർ കാപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിമോചന ക്രൈസ്തവ എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഒരാൾ, ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. യൂണിവേഴ്സിറ്റികളിൽ അന്ന് SFയുടെ പ്രതാപകാലമല്ലേ, ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ച്. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ഇദ്ദേഹം നിർത്തുന്നില്ല, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് അറിയാം ഈ വിഷയം, നമുക്കറിയില്ലല്ലോ ഇത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാദർ കാപ്പൻ. അദ്ദേഹം വലിയ പ്രഗത്ഭനായ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ചെന്താരകവും പിണറായി വിജയനും എല്ലാം കൂടെ ചേർന്ന് പാർട്ടിയെ ഒരു വഴിക്ക് ആക്കിയിട്ടുണ്ട്. ഈ പാവപ്പെട്ട അമ്പലത്തിൽ പോയതിന് മാപ്പെഴുതി കൊടുത്തേച്ച് ബ്രാഞ്ച് കമ്മിറ്റിയിൽ തുടരുന്ന ആൾക്കാരുണ്ട്. ഈയിടയ്ക്ക് കണ്ട ഏതോ ഒരു CITU പ്രവർത്തകന്റെ മകൻ ശബരിമല പോയെന്ന് പറഞ്ഞിട്ട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അത് ഗുരുവായൂർ പോയതിന് ജനീഷ് കുമാറിനോട് വിശദീകരണം ചോദിച്ചു, MLA-യോട്. അപ്പം അങ്ങനെ പാവപ്പെട്ടവന്മാര് അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും കഴിയാതെ മനസ്സിനുള്ളിൽ ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തി പാർട്ടിക്കകത്ത് കാരണവർക്ക് അടുപ്പിലും ആകാന്നുണ്ട്. ഇളം തലമുറയ്ക്ക് പ്രശ്നമുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ചെന്താരകം ഇപ്പോ ദൈവത്തിൽ വിലയം അഭയം പ്രാപിച്ചു. വിലയം പ്രാപിക്കുകയല്ല, അത് അഭയം പ്രാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും വിഘടനവാദവും പ്രതിക്രിയാവാദകവും ഒക്കെ കൂടെ ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കുകൾ ഇത്രയൊക്കെയാണ്. നമുക്ക് മാത്രമല്ല നമുക്കൊരു പുതിയ മുഖ്യമന്ത്രി ഇന്ന് രാത്രിയെങ്കിലും പ്രഖ്യാപിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.